ഒരു പൂ മാത്രം ചോദിച്ചു ഒരു പൂക്കാലം. ഇതെന്താ തന്നെ രാവിലെ തന്നെ ഒരുങ്ങുന്നത്? എവിടെ പോന്ന? അത് റൂബി, ഞാൻ ഫ്രണ്ട്സുമായിട്ട് 2-3 ദിവസം ഒരു ട്രിപ്പ് പോവാ. എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ അതിനെ. അത് ഇന്നലെ തീരുമാനിച്ചതാ. ഇപ്പോഴും നീ അറിഞ്ഞില്ലേ? ഭാര്യയായ ഞാനിപ്പോ അറിഞ്ഞാ മതിയോ? എവിടെയാ പോന്നത്? ഏതൊക്കെ സ്ഥലത്ത് പോന്ന? അത് ഇപ്പൊ തീരുമാനിച്ചേക്കുന്നത് ഊട്ടി കൊടൈക്കനാലാ. പിന്നെ അടിപൊളിയാണെങ്കിൽ 2 ദിവസം കൂടെ അങ്ങ് നീട്ടും. തണുപ്പുള്ള സ്ഥലങ്ങളാണോ? സാധാരണ കപ്പിൾസ് ഒക്കെയാണ് അവിടെ പോകുന്നത്. ഇക്കയുടെ ഫ്രണ്ടുമായിട്ട് തന്നെയല്ലേ പോകുന്നത്? അല്ലല്ല, ഞാൻ എന്റെ ഫ്രണ്ട്സുമായിട്ടാ പോകുന്നത്. മാക്സിമം ഒരാഴ്ച, അതിൽ കൂടുതല്. അപ്പൊ കുറച്ച് ദിവസം എടുക്കില്ലേ വരാൻ? അപ്പൊ ഓൾ ദി ബെസ്റ്റ്. എന്ത് അങ്ങനെ പറഞ്ഞത്? അല്ല, എല്ലാത്തിനും. റൂബി, ഞാൻ ഒരുങ്ങട്ടെ. നീ പോയി എനിക്കുള്ള ഫുഡ് എടുത്ത് പോയി, പോവാൻ സമയമായി. ഫ്രണ്ട്സൊക്കെ ഇപ്പൊ അവിടെ എന്നെ തിരക്കി നിൽക്കും. വേഗം ആവട്ടെ. ഫുഡ് ഞാൻ എടുത്ത് വെക്കാം. അതിനു മുമ്പ് ഒരു കാര്യക്കാ, ആ ഫോൺ ഒന്ന് തരുമോ? ഫോണാ റൂബി? വേഗം വിളിച്ചിട്ടെങ്കിൽ തരണേ. അല്ലോ, ഇത് ലോക്ക് ആണല്ലേക്കാ? ഇത് ഫേസ് ലോക്ക് ആണല്ലോക്കാ. ഒന്ന് ലോക്ക് എടുക്കട്ടെ. ഓക്കെ. ഇത് ഇക്കാടെ മെയിൽ ഐ ഡി ഇത് തന്നെയാണോ? ഈ ഒറ്റ മെയിൽ ഐ ഡിയേ ഉള്ളോ? ഒരു മെയിൽ ഐ ഡി ഉള്ളോ? എന്താ റൂബി? അല്ല, ഇതിന്റെ ആ മെയിൽ ഐ ഡിയുടെ ലോക്ക് ഒന്ന് എടുത്തു തരാൻ പറ്റുമോ? റൂബി, എല്ലാത്തിനും ഒരു പാസ്വേഡേ ഉള്ളോ? എന്താ, എനിക്ക് പോവാൻ സമയമായി, വേഗം ആവട്ടെ. ഇക്കാടെ എല്ലാ സോഷ്യൽ മീഡിയക്കും ഒറ്റ പാസ്വേഡാണോ? ഒരു പാസ്വേഡ് തന്നെ. റൂബി, വേഗം വിളിച്ചിട്ട് എനിക്ക് പോവാൻ സമയമായേ. ഒരു മിനിറ്റ്. നീ എന്തായിരുന്നു റൂബി? ഒന്നും ചെയ്തില്ല. ഇക്കാടെ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും എൻ്റെ ഫോണുമായിട്ട് ലിങ്ക് ചെയ്തതാ. ആ അക്കൗണ്ട് എല്ലാം എൻ്റെ ഫോണുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. റൂബി, അങ്ങനെ ചെയ്യല്ലേ. പിന്നെ ഒരു പുതിയൊരു ആപ്പും കൂടി ഇതിൽ കേട്ടിട്ടുണ്ട്. നീ എന്തിനാ നിങ്ങളെ ട്രാക്കിംഗ് ആപ്പ്. നിങ്ങൾ എവിടേക്കാ പോകുന്നതെന്ന് ഞാൻ അറിയണ്ടേ? ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ? നീ അതെല്ലാം ഡിലീറ്റ് ചെയ്യ്. ഡിലീറ്റ് ഒക്കെ ചെയ്യാം. അതിനുമ്പ് മറ്റൊരു കാര്യം കൂടെ കാണണോ നിങ്ങൾക്ക്? നിങ്ങൾ വാട്സപ്പ് വഴിയും മെസ്സഞ്ചർ വഴിയും പല പെണ്ണുങ്ങൾക്കും അയച്ചേക്കുന്ന മെസ്സേജുകളാണ് ഇതെല്ലാം. ഞെട്ടണ്ട, ഇതെല്ലാം കുറച്ച് ദിവസമായി ഞാൻ കണ്ടിട്ട്. ഇതിൻ്റെ എല്ലാം കോപ്പി എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് പോകണമെങ്കിൽ പോവാം, പക്ഷേ ഇതെല്ലാം നാളെ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കും. നിങ്ങളുടെ അക്കൗണ്ട് വഴി തന്നെ. അന്നത്തെ വാട്സപ്പ് വോയിസ് കോളുകളെല്ലാം റെക്കോർഡല്ലേ? കുറേ പേർക്ക് രസിക്കാനുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥയായി മാറും.
അറിയല്ലേ, റൂബി ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യുക തന്നെ ചെയ്യും. റൂബി, നിന്റെ ഭർത്താവാ ഞാൻ, നിനക്കൂടി നാണക്കേടാ. ഭർത്താവ്? എനിക്ക് നാണക്കേടൊന്നുമില്ല. കാര്യം എൻ്റെ ഭർത്താവല്ലേ കാണിച്ചത്, ഞാനല്ലല്ലോ കാണിച്ചത്. പിന്നെ കുടുംബമഹിമയും അതൊക്കെ അങ്ങ് പോവും, മാനം കയറി പോവും. ഏതാ പേര് പറഞ്ഞേ? ലിസിയാ? ആ, അങ്ങനെ ആരെയും കൂടെ അല്ലേ പോകാനായിട്ട് പ്ലാൻ ചെയ്തേക്കുന്നേ? റൂം നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്, കൊടൈക്കനാല്, 2 ദിവസം. ഇതിൻ്റെ എല്ലാം ഫുൾ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്. ഇനി നിങ്ങൾക്ക് പോണോ? എത്ര സ്ത്രീകളുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ട്, അവരുമായിട്ടുള്ള എല്ലാ ചാറ്റിങ്ങും എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ ഫോണിലുണ്ട്. എല്ലാം ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ അക്കൗണ്ടുകളെല്ലാം ഇപ്പം എൻ്റെ ഫോണുമായിട്ട് ലിങ്കാണ്. നിങ്ങൾ ഇനി അത് ഒരു മെസ്സഞ്ചറിൽ ഒരു മെസ്സേജ് അയച്ചാൽ പോലും ഞാൻ അറിയും. പെട്ടെന്ന് അവളെ വിളിച്ചിട്ട് പറ എവിടെയും വരുന്നില്ലെന്ന്. വിളേ. ഇനി അത് മാത്രമല്ലേ, ഫോൺ തരുന്നതിന് വേറൊരു കാര്യം കൂടെ. ഇനി നിങ്ങൾ ഏതെങ്കിലും പെണ്ണുങ്ങളെ വിളിക്കുകയോ എടുക്കുകയോ ചെയ്താ ഇത് മൊത്തം, എന്നെ അറിയല്ലേ, മൊത്തം പബ്ലിക്കാവും. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി എൻ്റെ കൂടെ ജീവിക്കാമെങ്കിൽ നിങ്ങൾക്ക് ജീവിച്ചാൽ മതി. എൻ്റെ താത്ത എന്നെ കുറേ നിർബന്ധിച്ചതാ കല്യാണം കഴിക്കരുത്, ഈ ബന്ധം വേണ്ടാന്ന് പറഞ്ഞ്. നിങ്ങളെ മനസ്സിലാക്കിയിട്ടായിരുന്നു. പക്ഷെ അത് ഞാൻ മനസ്സിലാക്കാൻ കുറേ താമസിച്ച. മൂത്തവർ പറയുന്ന കേൾക്കണമെന്ന് പണ്ടുള്ളവർ പറയാറുണ്ട്, പക്ഷെ ഞാൻ അനുസരിച്ചില്ല. പക്ഷേ അങ്ങനെ എൻ്റെ ജീവിതം വിട്ടുകളയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്തായാലും നിങ്ങളെ ഭാര്യയായിട്ട് ഞാൻ ജീവിച്ചു തുടങ്ങി. ഇനി എൻ്റെ ജീവിതാവസാനം വരെ നിങ്ങളുടെ ഭാര്യയായി തന്നെ തുടരും. നിങ്ങളുടെ തോന്നിയ വഴിക്കനുസരിച്ച് ഞാൻ വിടാനും ഉദ്ദേശിച്ചിട്ടില്ല. എൻ്റെ ഒരു നല്ല ഭർത്താവായിട്ട് നിങ്ങളെ തുടർന്ന് ജീവിക്കുക തന്നെ ചെയ്യും. എന്നാ ഫോൺ. നിങ്ങൾക്കുള്ള ഡോസായിരുന്നു ഈ തന്നത്, നിങ്ങളുടെ ഉമ്മായിക്കും ഉണ്ട്. രണ്ടുപേരും ഒന്ന് റെഡിയായിട്ട് വേണം താത്ത ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരാൻ. നീ പോണോ? എല്ലാം പൊളിഞ്ഞു. അപ്പൊ വാ, ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. നീ എന്താ കാര്യം? കണ്ടുപിടിച്ചു കളഞ്ഞു. ഇറങ്ങിയില്ലേ ഇതുവരെ? റൂബി, എന്താ നമ്മളിപ്പോ അങ്ങോട്ട് പോകുന്നത്? എൻ്റെ വീട്ടിൽ പോകുന്നതാ. ആദ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. നിങ്ങൾ നന്നായതല്ലേ, അതിപ്പോ എൻ്റെ താത്തായും കൂടെ അറിയട്ടെ. ആദ്യം താത്ത അടുത്ത് മാപ്പ് പറയണം. എന്തിനാന്നോ? നിങ്ങൾ ചെയ്ത തെറ്റുകൾ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആദ്യം താത്ത അടുത്ത് നിന്ന് തന്നെ മാപ്പ് പറയണം. ഇനി താത്തായ മറ്റൊരു കണ്ണൂടെ കാണരുത്. ഇത് രാവിലെ അവിടെ കെട്ടി ഒരുങ്ങി പോന്നു. അഫ്സലെ, എവിടെ പോന്നടാ? ഉമ്മ, നമ്മള് റൂബിയുടെ വീട്ടിൽ പോയിട്ട്. അതെന്താ ഇപ്പം? കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ നമ്മള് പോയിട്ടില്ലല്ലേ, ഒന്ന് പോയിട്ട് വരാം. ഇപ്പൊ എന്തിനാ അങ്ങോട്ട് പോന്നത്? നിനക്ക് നാണം ഇല്ലടാ എപ്പോഴും പെണ്ണുമ്പിള്ളയുടെ വീട്ടിൽ പോവാൻ? പോയിട്ടാ. അതിനിവിടെ വല്ലതും വേവിച്ചാ? കറിയൊക്കെ ഇന്നലത്തെ ഇരിപ്പുണ്ട്, ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, ഒന്ന് ജസ്റ്റ് ചൂടാക്കിയാൽ മതി. ചോറും ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, ഉമ്മായിക്കുള്ള ആഹാരം എല്ലാം ഇരിപ്പുണ്ട്, ഒന്ന് ചൂടാക്കി കഴിച്ചാൽ മതി. ഞാൻ അങ്ങനൊന്നും കഴിച്ച് ശീലിച്ചിട്ടില്ല, ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത് ചൂടാക്കാൻ. അതൊക്കെ ഉമ്മായിക്ക് ചൂടാക്കാം, ഉമ്മായിക്ക് കൈക്കും കാലിനൊന്നും ഒരു കുഴപ്പമില്ലല്ലേ, ഉണ്ടാക്കാ.
വേറെ കുഴപ്പമൊന്നുമില്ല. വാ പോയിട്ട് വരാം. ഉമ്മ ഞങ്ങൾ വൈകുന്നേരം ആവും വരാൻ. ഉമ്മ ഉമ്മ ഉണ്ടാക്ക്. റൂബി പറഞ്ഞ കാര്യമല്ലേ, ഉമ്മാക്ക് ഉണ്ടാക്കാൻ പറ്റുമല്ലേ. എന്താ ഇവനോ? ഇവന് എങ്ങനെ തന്നെയാ പറയുന്നത്? താമസിച്ച അമ്മ കിടന്നോ? ചിലപ്പോ നമ്മള് പുറത്തൊക്കെ ഒന്ന് പോയിട്ടേ വരുത്തോളൂ. വൈകുന്നേരം ഉമ്മ എത്തിയില്ലെങ്കിൽ ഞങ്ങളെ വിളിക്കണ്ടേ. വാ 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 പോട്ട്. വാലും ചുറ്റി പോന്ന നോക്കാനുള്ള പറക്ക. നാണം കെട്ടവൻ. ഇങ്ങനെ വിട്ടാ പറ്റത്തില്ല. അങ്ങനെ അങ്ങ് പോവാൻ പറ്റത്തില്ലല്ലേ ഇവിടുന്ന്. കേട്ടെ നില്ല. എന്തോ ശബ്ദം കേട്ട് പോയോ? ആരോ വീഴുന്ന കണക്ക് സൗണ്ട് കേട്ടില്ലേ? അയ്യോ എന്തുമ്മാ കാലും പിടിച്ച്. നിങ്ങൾ ഈ കലവും ചട്ടി എല്ലാം കൂടെ പറക്കി തള്ളിയിട്ട് ഒന്ന് വീണാ? അല്ലടി, എൻ്റെ ഇത്തിരി വെള്ളം തട്ടി വീണത്. കലവും വെള്ളവും കൂടെ വീണത്. കുളിക്കാൻ കൊണ്ടുപോയത്. വീണൊന്നുമില്ല, കണ്ടില്ലേ പാത്രം അടിച്ച് ചരിച്ചത്. കാര്യം നമ്മൾ പോന്നാ മുടക്കണം. ഞാനങ്ങ് പേടിച്ചു പോയി. ഇപ്പൊ എന്തായാലും ഞങ്ങൾ പോകാറിങ്ങല്ലേ, വാ. നീ ഒരു കാര്യം ചെയ്യ്, പോകുന്നതിന് മുമ്പ് ഇതെല്ലാം ഒന്ന് തുടച്ച് മാറ്റിയിട്ട് പോ. വെള്ളം ഉമ്മ അങ്ങ് തുടച്ചേരേ, അല്ലെങ്കിൽ ഉമ്മ തന്നെ ഇനി തെറ്റി വീഴും. ഉള്ളിടത്തൊന്നും നടക്കത്തില്ല. പോയ ഇത് ഇത്രയും ഞാഞ്ഞ് തുടയ്ക്കണമല്ലേ. ഇവള് മറ്റോളെ കണക്കേ അല്ല. മോപ്പ് എടുത്തോണ്ട് വരാൻ. ഉമ്മായിക്ക് അങ്ങനെ ഒരുപാട് അടവുകളുണ്ടല്ലേ. കുറച്ചൊക്കെ ഞാൻ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. പോയിട്ട് വരാം. താത്ത, നീ പറഞ്ഞ എന്താന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. സോറി, എന്നോട് ക്ഷമിക്കണം. നീ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കല്യാണത്തിൽ എതിർത്തതെന്നൊക്കെ എനിക്കിപ്പോൾ മനസ്സിലായി. റൂബി, നിനക്കിപ്പോഴെങ്കിലും മനസ്സിലായല്ലേ? ഞാൻ അന്നേ അതാണ്. എനിക്കറിയാമായിരുന്നു, പക്ഷെ ഇത്രയും നേരത്തെ നീ വന്ന് പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അത് സാരമില്ലാത്ത. ഉമ്മ നിന്നിട്ട് കഷ്ടപ്പെടുത്തുവാണോ? ജോലിയല്ലേ, അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അവരുടെ ചില നേരത്തെ വർത്തമാനവും രീതികളൊന്നും എനിക്കൊട്ടും പറ്റുന്നില്ല. ഞാൻ പറഞ്ഞോ, നീ ഇത്രയും നാൾ സഹിച്ചല്ലേ, നീ കുറച്ച് ദിവസം ഇനി റെസ്റ്റ് എടുത്തിട്ടൊക്കെ വന്നാൽ മതി. നിനക്ക് അവർ 1 മാസം എന്തായാലും പരോൾ അനുവദിച്ചിരിക്കുമല്ലേ. നീ അതൊക്കെ കഴിഞ്ഞ് വന്നാൽ മതി. ശരിയാണ്, ഈ പരോള് തന്നെയാണ്. അപ്പോഴത്തേക്ക് അവർക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാവും. മാറ്റം ഉണ്ടായില്ലെങ്കിൽ ഞാൻ അത് മാറ്റിയെടുക്കും. അതിന് നീ എന്താടി ചെയ്തു വെച്ചത്? പിന്നൊരു കാര്യം കൂടെ, ഇക്കായെ കുറച്ച് ഓർത്ത് നീ ഇനി വിഷമിക്കണ്ട. അതൊക്കെ ഞാൻ ഡീൽ ചെയ്തിട്ടുണ്ട്. നിന്നോട് മാപ്പും കൂടെ പറയാനാ എൻ്റെ കൂടെ വന്നത്. ഞാൻ ഒന്ന് വിളിക്കട്ടെ? വേണ്ട, മാപ്പൊന്നും പറയിക്കണ്ട. ഇല്ല, നീ വിഷമിക്കണ്ട. ഇക്ക വായക്ക. അല്ല, ഒന്നിങ്ങി വന്നിട്ടോ. അവിടെ ഉമ്മായും പാപ്പായൊക്കെ അയക്കല്ലേ, ഒന്നിങ്ങി വാ.
ചേട്ടത്തി ചേട്ടത്തി എന്നോട് ക്ഷമിക്കണം. കുഴപ്പമില്ല. ഇനി എൻ്റെ ഭാഗത്തു നിന്നൊരു തെറ്റും ഉണ്ടാകത്തില്ല. ഉമ്മയുടെ സ്ഥാനത്ത് കാണേണ്ട ചേട്ടത്തിയാ. ഞാൻ ചേട്ടത്തിയുടെ അടുത്തൊന്നും, ചേട്ടത്തിക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ പറയത്തില്ല. അതെ, എല്ലാവരും അങ്ങനെയൊക്കെ മനസ്സിലാക്കിയാൽ തീരാവുന്നതേ ഉള്ളൂ പ്രശ്നങ്ങൾ. മാപ്പി ചേട്ടത്തി. അനിയ, കുടുംബജീവിതം എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ. അപ്പം ഇനിയെങ്കിലും അത് മാത്രം ഉദ്ദേശിച്ച് ജീവിക്കണേ. കുടുംബം കൈവിട്ടു പോയാൽ പിന്നെ അത് കിട്ടത്തില്ല. സന്തോഷം. ഉമ്മ വിളിക്കുന്ന നിൽക്കുക, അങ്ങോട്ട് ചെന്നോ, ഞാൻ വരാം. മായോ അടി ചേർത്തത്? മായോ മന്ത്രോ ഇങ്ങനെ മാറാൻ? മായ മന്ത്രമൊന്നും അല്ല. പുള്ളിയുടെ കള്ളത്തരം മൊത്തം ഞാൻ കണ്ടുപിടിച്ചു. വേറെ വല്ല പ്രശ്നവും ഉണ്ടാ? ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. പാവടി. എൻ്റെ ഒരു വിരട്ടിലിൽ തന്നെ പുള്ളി ഫ്ലാറ്റ്. എനിക്ക് ഇത്രയ്ക്കൊക്കെ ധൈര്യമുണ്ടോ? എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. അതോടുകൂടി ഒതുങ്ങിയ. അപ്പം അത്രയ്ക്കേ ഉള്ളായിരുന്ന. നമ്മളെ പെണ്ണുങ്ങൾ വിചാരിച്ച എന്താ ചെയ്യാൻ പറ്റാത്തത്? ഇവരെയൊക്കെ പേടിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ പ്രശ്നം. ഒന്ന് നമ്മളുടെ കൈക്കീഴി നിർത്തിയ അതെല്ലാം തീർക്കും. വേറൊന്നും പറഞ്ഞില്ല. ഞാനെല്ലാ കള്ളത്തരവും കണ്ടുപിടിച്ച്, എന്നിട്ട് ഡീറ്റെയിൽസ് ഫുൾ എൻ്റെ ഫോണിലാണെന്ന് പറഞ്ഞു. പിന്നെ പുള്ളിയുടെ പഴയ അവരൊക്കെ ആയിട്ടുള്ള എല്ലാം ബ്ലോക്ക് ചെയ്ത് ഇപ്പം മൊത്തത്തിൽ എൻ്റെ കൺട്രോളിലാണ്. നിനക്ക് ഇത്രയ്ക്കൊക്കെ ധൈര്യം ഉണ്ടോ? എന്നെ കൊണ്ടാണെങ്കിൽ ഇതൊന്നും പറ്റത്തില്ല. അതാ ഉമ്മ വിളിക്കുന്നുണ്ട്. അല്ല, ഇപ്പൊ പോടി. ഉമ്മായി വരാൻ നേരത്ത് കുറെ അടവൊക്കെ കാണിച്ചിട്ടാ, 2 ഡോസ് കൊടുത്തിട്ടാ. ഇനി എനിക്ക് ഉമ്മായെ കൂടെ ഒന്ന് ഡീൽ ചെയ്യാനുണ്ട്. ഉമ്മാടെ വരെ ഒന്നും ചെയ്യൊന്നും വേണ്ട, അവരങ്ങനെ അങ്ങ് പോട്ടെ. അതൊക്കെ കഴിഞ്ഞ് വരാപ്പം. എന്നിട്ട് നീ വന്നാൽ മതി. ഉമ്മ വിളിക്കുന്നു. ഉമ്മ ഒന്നും എന്തൊന്നും അറിയില്ലേ. ഞാൻ വന്നപ്പോഴും നീ ഉള്ളതുകൊണ്ടാ എന്നെ വിട്ടതെന്നല്ലേ ഉമ്മയുടെ വിചാരം. ഉമ്മ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നു. ബാ, കഴിച്ചിട്ട് പോവാം. കോമ്പവും കുറച്ച് ഉമ്മായിക്കൂടെ കൊണ്ടുപോകണേ. ബാ.